ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യകത അതെല്ലാവരും പല 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 സന്ദർഭങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം കേട്ടോ. ആള് പാതി ആടെ പാതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കാരണം ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ജൂനിയറായിരുന്ന സമയത്ത് പോലും ഞാൻ ആ യൂണിഫോമിലേ പോകാറുള്ളൂ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അപ്പോൾ മദ്രാസ് ഹൈക്കോർട്ടിൽ എപ്പോഴും എല്ലാവരും അങ്ങനെ യൂണിഫോമിലല്ല ലേഡീസ് വരുന്നത്. സോ അവിടെ എൻ്റെ ഒരു ഹൈക്കോർട്ട് ജഡ്ജ് ഞാൻ ഇരിക്കുമ്പം അവർ പറയുകയുണ്ടായി, നോക്കൂ ഷീസ് എ ജൂനിയർ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അതുപോലെ വന്നുകൂടാ എന്നൊരു സീനിയർ ലേഡി അവിടെ നിന്ന് ആർഗ്യൂ ചെയ്തപ്പോൾ ഷി വാസ് വെരി ഷാബിലി ഡ്രസ്ഡ്. അത് എന്നെ പുകഴ്ത്താൻ പറഞ്ഞതല്ല, അന്ന് മുതലേ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർ ഈ എസ്പെഷ്യലി ഈ IIT-യിലൊക്കെ പഠിച്ചിട്ട് വന്ന കുട്ടികൾ വളരെ ഷാബി ആയിട്ടായിരിക്കും പോവുള്ളൂ. ചപ്പലിടും, ബർക്കിൻ സ്റ്റോക്കിൻ്റെ ചപ്പലിട്ടിട്ട് പോകും ഓഫീസിൽ. അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, ദാറ്റ് ഈസ് എ ബ്രാൻഡ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഇടേണ്ടടുത്തേ ഇടാവുള്ളൂ. യു ഹാവ് ടു ഡ്രസ്സപ്പ് ക്വൈറ്റ് വെൽ. നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ബഹുമാനം തോന്നണം. ബഹുമാനം ഇൻ ദ സെൻസ്, ഓ കൊള്ളാം, നന്നായിട്ടുണ്ട്, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നണമെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഓഫ് കോഴ്സ് ഒരുപാട് വിലയുള്ള ഡ്രസ്സ് ഇടണം എന്നല്ല ഞാൻ പറയുന്നത്, ക്വാളിറ്റി അത് നല്ലതായിരിക്കണം. ഒരുപാട് ഇപ്പം എല്ലാ ദിവസവും മാറി ഇടണം എന്നല്ല, ആ ക്വാളിറ്റി ആയിട്ടുള്ള ആ ഡ്രസ്സ് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇത് കോർപ്പറേറ്റ് ലൈഫിൽ അനിവാര്യമാണ്, എല്ലായിടത്തും അനിവാര്യമാണ്. നിങ്ങൾ നന്നായി ഡ്രസ്സ് ചെയ്ത് പോയാൽ മാത്രമാണ് ആളുകൾ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ.